വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് നമ്മുടെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച പ്രോഗ്രാമുകളെല്ലാം തന്നെ ഒരു ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുതൽ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരെ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. എന്നാൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കും. അതായത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് നമ്മുടെ നോർമൽ സീക്വൻസ് ഓഫ് പ്രോഗ്രാമിന് ആ പ്രോഗ്രാം എക്സിക്യൂഷൻ ഇങ്ങനെ നോർമലായിട്ട് 1 by 1 ആയിട്ട് പോകുന്നതിന് പകരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ചില പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റുകൾ സ്കിപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക, അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഓൾട്ടറിങ് ദ നോർമൽ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ നോർമൽ ഫ്ലോയെ ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെന്നും, രണ്ടാമത്തതിനെ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റുകളെന്നും പറയും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ് എന്നുള്ളത് നോക്കാം. The statements provided by C++ for the selected execution are called decision-making statements or selection statements. അതായത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ട് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, അതായത് ഡിസിഷൻ മേക്ക് ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഒരു ഡിസിഷൻ, ആ ഡിസിഷൻ ശരിയാകാം തെറ്റാകാം, ആ ഡിസിഷൻ അനുസരിച്ച് ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുക, വേറൊരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു എ കണ്ടീഷൻ, ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ വേണം. അപ്പോൾ ഒരു കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പാർട്ട് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++നകത്ത് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും അടുത്തത് സ്വിച്ച് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ അക്കോർഡിംഗ് ടു എ കണ്ടീഷൻ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തുകൊണ്ട് ചില പാർട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യുകയും ചില പാർട്ടുകൾ എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകൾ. അതായത് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക, ഇതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം രണ്ട് തരത്തിലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ് C++നകത്ത് ഉപയോഗിക്കുന്നത്, ഇഫും സ്വിച്ചും. അപ്പോൾ ആദ്യം നമുക്ക് ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് പരിശോധിച്ച് നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കിയേ, ഇഫ് ഒരു ബ്രാക്കറ്റിനകത്ത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ടീഷൻ. എന്നിട്ട് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞൊരു ബ്രേസിനകത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക്, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആകാം, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളാകാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോൾ മാത്രമായിരിക്കും, നമ്മൾ ആ ഇഫിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അതായത് ആ കണ്ടീഷൻ ശരിയാകുമ്പോൾ മാത്രം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിനെ നോർമലി എക്സിക്യൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ ഇഫിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, അതായത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ മാത്രം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ തെറ്റാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതാണ് സിമ്പിളായിട്ടുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അപ്പം നേരത്തെ പോലെ നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ ഇഫ് പോലെ തന്നെയാണ് ഇതിന്, പക്ഷേ ഒരു എൽസ് ബ്ലോക്ക് കൂടി ഉണ്ടെന്നേ ഉള്ളൂ.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സിൻറ്റാക്സ് നോക്കിയേ, ഇഫ് വിത്തിൻ ബ്രാക്കറ്റ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സ്പ്രഷൻ ഉണ്ട്. നമ്മുടെ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടീഷൻ ശരിയായിരിക്കാം, കണ്ടീഷൻ തെറ്റുമാകാം. അപ്പോൾ കണ്ടീഷൻ ശരിയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഈ കണ്ടീഷൻ തെറ്റാകുന്ന ഒരു സമയം വരാം. അതാണ് നമ്മൾ അതിൻ്റെ താഴെ എൽസ് എന്നതുകൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ഒരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ ഒരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു, തെറ്റാണെങ്കിൽ വേറൊരു പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ രണ്ട് പാർട്ടും കൂടെ എപ്പോഴെങ്കിലും ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. കാരണം ഈ കണ്ടീഷൻ, നമ്മളൊരു കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, ഒരു ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് കേസസ്, രണ്ട് പോസിബിലിറ്റീസ് ആണ് വരാവുന്നത്. ഒന്നുകിൽ ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആയിരിക്കാം. അപ്പോൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിലോ, നമ്മുടെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ബ്ലോക്ക്, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കണ്ടീഷൻ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഓരോ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യത്തക്ക വിധത്തിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്കിനി ഇത് വെച്ചുകൊണ്ടൊരു പ്രോഗ്രാം നോക്കാം. നോക്കി, ടു ഫൈൻഡ് ദ ടോളർ സ്റ്റുഡൻറ്റ് ബൈ കമ്പയറിങ് ദെയർ ഹൈറ്റ്സ്. ഒരു രണ്ട് സ്റ്റുഡൻസിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അതിൽ ടോളർ സ്റ്റുഡൻ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഹൈറ്റ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അത് കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ ടോളറായിട്ടുള്ള സ്റ്റുഡൻ്റ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം എഴുതി നോക്കാം. ആ 1 by ഓരോ ലൈനായിട്ട് നോക്കി. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് std ഇൻറ്റ് മെയിൻ. നമ്മളിനി നമ്മുടെ മെയിൻ പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. നമുക്ക് വേണ്ടത് 2 ഹൈറ്റുകളാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇൻറ്റിജർ ടൈപ്പിലുള്ള വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. HT1ഉം HT2. ഹൈറ്റ് 1ഉം ഹൈറ്റ് 2ഉം 2 വേരിയബിളുകളെ ഡിക്ലെയർ ചെയ്തു. ഏത് ടൈപ്പിലുള്ള? ഇൻറ്റിജർ ടൈപ്പിലുള്ള 2 വേരിയബിളുകളെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ആ 2 ഹൈറ്റുകളും റീഡ് ചെയ്യണം. അപ്പോൾ ആ 2 ഹൈറ്റുകളും നമ്മളെടുത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിനാണ് നമ്മൾ ആ സി ഔട്ട് എൻ്റർ ഹൈറ്റ്സ് ഓഫ് 2 സ്റ്റുഡൻസ്. അപ്പോൾ അത് അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഹൈറ്റുകൾ അങ്ങോട്ട് കൊടുക്കണം. അതായത് 2 വാല്യൂസ്, 2 ഇൻറ്റിജർ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ അത് രണ്ടും റീഡ് ചെയ്യണ്ടേ? അതിനുവേണ്ടി നമ്മൾ എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും? സീൻ HT1 HT2. അപ്പോൾ ആ 2 ഹൈറ്റുകളും റീഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന 2 ഇൻറ്റിജർ വാല്യൂസും അത് റീഡ് ചെയ്ത് എവിടത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും? HT1 എന്ന് പറയുന്ന വേരിയബിളിലും HT2 എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ടും സ്റ്റോർ ചെയ്ത് വയ്ക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 2 വേരിയബിളുകളിലുള്ള വാല്യൂ തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം, ഏതാണ് വലുത് എന്നുള്ളത്. അത് നമ്മളെങ്ങനെ കണ്ടീഷൻ എഴുതും? നമ്മൾ പഠിച്ച ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ എഴുതും. അപ്പോൾ ഇഫ് HT1 ഗ്രേറ്റർ ദാൻ HT2 ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ അവിടുത്തെ കണ്ടീഷൻ, നമ്മുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്താ? HT1 ഗ്രേറ്റർ ദാൻ HT2. HT1 എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്ന വാല്യൂ HT2-ലിരിക്കുന്ന വേരിയബിളിലുള്ള വാല്യൂവിനേക്കാൾ കൂടുതലാണോ? അപ്പോൾ HT1 ആണ് HT2-നേക്കാളും വലുതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം HT1 ഉള്ളതായിരിക്കും ഹൈറ്റ്. അപ്പോൾ നമ്മൾ സി ഔട്ട് സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT1 ഈസ് ടാളർ. കണ്ടോ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടോ? സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് എന്നുള്ളത് അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എന്നിട്ട് ഏത് ഹൈറ്റ്? HT1 ആണ് ടാളർ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി അതല്ലെങ്കിലോ? എൽസ് സി ഔട്ട് സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT2 ഈസ് ടാളർ. ഇത് രണ്ടും കൂടെ എപ്പോഴെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ല. ഇവിടെ നമ്മൾ ബ്രേസ് ഒന്നും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ബ്രേസ് ഇടാത്തത്? കാരണം ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ബ്രേസ് ഇടേണ്ട കാര്യമില്ല. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്രേസ് ഇടും. ഇവിടെ നമുക്കിപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ബ്രേസ് ഇടാത്തത്. അപ്പോൾ നമ്മളിവിടെ
HT1 ഉം HT2 തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നു. അതായത് HT1 HT2വിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. ആണെങ്കിൽ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT1 ടാളർ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിത്ത് ഹൈറ്റ് HT2 എന്ന് പറയുന്നത് ടാളർ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിവിടെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റേ അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും? നമ്മുടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ. അതായത് HT1 എന്ന് പറയുന്നത് HT2വിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്നുള്ള ടെക്സ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ഈ ടൈപ്പിലുള്ള ഒരു പ്രോഗ്രാം കൂടി ഒന്ന് നോക്കാം. ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. നമുക്കൊരു നമ്പർ തന്നിരിക്കും. ആ നമ്പർ ഈവൻ ആണോ ഓഡാണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമുക്കൊരു നമ്പർ തന്നിരുന്നാൽ അത് ഈവൻ ആണോ ഓഡാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ കിട്ടുമോ? ഇല്ല. ഓഡ് നമ്പർ ആണെങ്കിൽ റിമൈൻഡർ 1 വരും അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നമ്പർ ഈവൻ ആണോ ഓഡാണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എഴുതി നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റ് മെയിൻ. നമുക്ക് ഒരു നമ്പറാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്പർ എൻ്റർ ചെയ്യാൻ നമ്മളെടുത്ത് പറയും. അതിനാണ് സി ഔട്ട് എൻ്റർ ദി നമ്പർ. അപ്പം നമ്മൾ നമ്പർ റീഡ് ചെയ്യും, സീൻ നം. അപ്പം നമുക്കിപ്പോൾ നമ്മൾ കൊടുത്ത നമ്പറിനെ നം എന്ന് പറയുന്ന വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇനി ആ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യും? റിമൈൻഡർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം. റിമൈൻഡർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ നമ്പറിനെ 2 വെച്ച് മോഡുലസ് ഓപ്പറേഷൻ നടത്തി നോക്കും. അപ്പം കിട്ടുന്ന സാധനം 0ക്ക് ഈക്വൽ ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതായത് റിമൈൻഡർ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതും? ഇഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കും. നം മോഡുലസ് 2 ഈക്വൽ ടു 0 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം, അതായത് നമ്പറിനെ 2 വെച്ച് മോഡുലസ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ റിമൈൻഡർ ഇല്ല. അതാണല്ലോ നംസ് മോഡുലസ് 2 ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പം നമ്പറിനെ 2 വെച്ച് മോഡുലസ് ഓപ്പറേഷൻ നടത്തിയപ്പോൾ റിമൈൻഡർ ഇല്ല എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം നമ്മുടെ നമ്പർ എന്താണ്? ഈവൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0. നിങ്ങൾ നോക്കിയേ, അവിടെ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നത്? സി ഔട്ട് ദ ഗിവൺ നമ്പർ ഈസ് ഈവൻ. നമ്മുടെ നമ്പർ എന്താണ്? ഈവൻ ആണ്. ഇനി ഇതല്ലാത്തൊരു കണ്ടീഷൻ വരും, എൽസ്. അതായത് നമ്പറിനെ 2 വെച്ച് മോഡുലസ് ഓപ്പറേഷൻ നടത്തി നോക്കിയപ്പോൾ എന്ത് വന്നു? റിമൈൻഡർ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ദ നമ്പർ ഈസ് ഓഡാണെന്ന് പറയാം. അപ്പം നമ്മളിവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിനെ 2 വെച്ച് മോഡുലസ് ഓപ്പറേഷൻ നടത്തി നോക്കി, റിമൈൻഡർ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കി. റിമൈൻഡർ വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം എന്താണെന്ന്, അത് ഓഡാണ്. അപ്പം നം മോഡുലസ് 2 ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ ശരിയാകുന്നത് എപ്പോഴാണ്? റിമൈൻഡർ വരാതിരിക്കുമ്പോൾ. അപ്പോൾ റിമൈൻഡർ വരാതിരുന്നാൽ നമ്പർ ഈവൻ, റിമൈൻഡർ വന്നാൽ നമ്പർ